പുഷ്പ 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 പുഷ്പരാജ് എല്ലാം അറിയും, പുഷ്പയ്ക്കോ ചില കാര്യങ്ങൾ അറിയില്ല. പുഷ്പയ്ക്ക് അറിയാത്ത ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ആണെന്ന് നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ ആഘടിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് വരാം. വീഡിയോയിലേക്ക് വന്നാൽ നിസ്സാരം നമ്മുടെ പുഷ്പ 2 റിലീസായിരിക്കുകയാണ്. ഫസ്റ്റിലെ ഒരു ഡിസ്ക്ലൈമർ പോലെ പറയുകയാണ്, ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല, ഞാൻ ഇത് കണ്ട ചില ആൾക്കാരുടെ ജീവിതത്തിൽ നിന്നും ഒരു ഭാഗം അടർത്തിയെടുത്തും പല തിയേറ്റർ റെസ്പോൺസ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആയതിനാൽ ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള സ്പോയിലേഴ്സും ഇല്ല. ഇതൊരു തമാശ ഫൺ വീഡിയോയിൽ മാത്രം നിങ്ങൾ പരിഗണിക്കുക. ഓക്കെ, അപ്പോൾ പുഷ്പ 2 ഇറങ്ങി. പുഷ്പ 2 ഭയങ്കര ആവേശം തിരുത്തിയാണ് നമുക്ക് മുമ്പിലേക്ക് എത്തിയത്. പുഷ്പ 1 ഇറങ്ങിയപ്പോൾ തൊട്ട് തന്നെ ആൾക്കാർ വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ബോഗൻവില്ല കാണാൻ പോയപ്പോഴത്തേനും അവിടെ ഈ പുഷ്പ 2ൻ്റെ ട്രെയിലർ ഇട്ടായിരുന്നു. ആ ട്രെയിലർ ഇട്ടപ്പോഴും ഞാൻ പറഞ്ഞില്ല, സാരിയും കൊണ്ടുള്ള സുനാപ്പി ഒഴികെ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് വലിയ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടില്ലെന്ന് ഞാൻ എൻ്റെ പെണ്ണുമ്പിള്ളയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറെക്കുറെ അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പടം അതിമാസ്മരികമായി ടുപ്പോ ആകാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. കണ്ടിറങ്ങിയവരെല്ലാം നല്ല അതീവ മോശം അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം സീക്രട്ട് ഏജൻറ്റിൻ്റെ പല അഭിപ്രായങ്ങളിലേക്കൊന്ന് പോവാം. നല്ല രസമുണ്ടേ, നല്ല ഫണ്ണായിട്ട് കാണാം. ഞാൻ പറയട്ടെ, ഒരു സിനിമേന്റെ സെക്കൻഡ് പാർട്ട് ഇത്ര നിർബന്ധമാണോ? അല്ലെങ്കിൽ അത് എടുക്കുമ്പോൾ ഒരു മെനക്കെടുത്തൂടെ? ഇത് ഈ 4 മണിക്കും 2 മണിക്കും പുലർച്ചെ പോയിട്ട് അപരാധം കാണുന്നതിൽ ഞങ്ങൾ ഇപ്പൊ എക്സ്പേർട്സ് ആയിട്ടുണ്ട്. സത്യം, ഇത് 3-3.5 മണിക്കൂർ പാടോ. പുഷ്പ ദ റൂള് പാർട്ട് 2, പുഷ്പൻ ദ റൂള് പാർട്ട് 2 എന്ന് പറയുന്നത് ഏറ്റവും നല്ലത്. ഈ പാർട്ട് 2 അപരാധങ്ങളെ കൊണ്ട് മടുത്തിട്ടുണ്ട് മനുഷ്യന്. സത്യമാണ്. പാർട്ട് 2 എന്നും പറഞ്ഞുകൊണ്ട് കുറേ കോപ്പിറക്കി വെച്ചോളും, ഒറ്റ ഒരെണ്ണം കാക്കാശിനോളത്തില്ല. എൻ്റെ അറിവിലാകെ KGF-ഉം ദൃശ്യവും മാത്രമേ ഉള്ളൂ തമ്മിൽ ബെറ്ററായിട്ട് വന്നിട്ടുള്ളത്. ബാക്കി ഈ ഹൈപ്പിൽ ഇറങ്ങുന്ന സാമാനങ്ങളെല്ലാം കൂതറ സാധനങ്ങളാണ്. ഇനി നമ്മുടെ കോൾമി ഷസാമിൻ്റെ റിവ്യൂടെ കേൾക്കേണ്ടത്, ഞാൻ മൊത്തം ഒന്നും കാണിക്കുന്നില്ല കേട്ടോ, കുറച്ച് കാണിച്ചു തരാം ഷസാമിന് പറയാനുള്ളത്. പുഷ്പ 2 ദ റൂൾ, അല്ലെങ്കിൽ ഫസ്റ്റ് പുഷ്പ എന്ന് പറഞ്ഞ എടുത്ത സിനിമയുടെ പാരഡി എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത് സിനിമ കണ്ടിട്ട്. എന്തിനാണ് ഈ സിനിമ എടുത്തത്? എനിക്ക് കാര്യം ചോദിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ പുഷ്പ ഫസ്റ്റ് പാർട്ടിന്റെ ഒരു സൈഡിൽ പോലും സിനിമ വെക്കാൻ കൊള്ളൂല. ആ ഫസ്റ്റ് 10 മിനിറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പടം എങ്ങോട്ടാണ് പോണേന്ന്. ആക്ഷൻ കോറിയോഗ്രാഫി ആരുടെ ചെയ്തത്? അവസാനത്തെ ക്ലൈമാക്സ് ഞാൻ ചിരിച്ച് ചത്ത്. ഫഹദ് ഫാസിൽ വാസ് ഓക്കെ, ടിപ്പിക്കൽ തെലുങ്ക് സിനിമ ടെംപ്ലേറ്റ് പടം. ഓക്കെ, അതാണ് നമ്മുടെ ഷസാമിൻ്റെ അഭിപ്രായം. എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് പാർട്ട് 2 ഇറക്കി എല്ലാ പടവും പൊട്ടിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഇനി ഈ കങ്കുവ എല്ലാവരും മോശമെന്ന് പറഞ്ഞു. ഞാൻ ഒരു ഡൈഹാർഡ് സൂര്യ ഫാനാണ്. അങ്ങനെ ഈ കങ്കുവ ഞാൻ ഇതിനകത്ത് വന്നപ്പോഴത്തേക്കും ഇരുന്ന് കണ്ടു. മാസ്മരികം, വണ്ടർഫുൾ, അമേസിങ് എന്ന് പറഞ്ഞാൽ അമേസിങ്. അതുപോലൊരു പടം. ഫസ്റ്റിലത്തെ കുറച്ച് സാധനങ്ങൾ ഒഴിവാക്കി ഇവരുടെ ആ കാലഘട്ടം മാത്രമായിരുന്നെങ്കിൽ അത് പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. ഈ പുഷ്പയ്ക്കും ഏറെക്കുറെ അത് തന്നെയാണ് സംഭവിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ഈ ക്ലൈമാക്സ് ഫൈറ്റിനെ കുറിച്ച് നമ്മുടെ ഷസാം പറഞ്ഞത് നിങ്ങൾ കേട്ടായിരുന്നോ? ചിരിച്ച് ചത്തെന്ന് പറഞ്ഞ് എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഈ സിനിമ ഉണ്ടാക്കി വിടുന്നവർ, പടച്ചു വിടുന്ന ടീംസ് ഇതിനെ അങ്ങ് തള്ളി മറിച്ചിടും. കങ്കുവയ്ക്കകത്താണെങ്കിൽ ഇന്ത്യയിൽ ഇറക്കുറ എന്തോ ക്രിയേറ്റേഴ്സ് ആയിരുന്നാലും വായ പളന്ന് പാക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വാ വളർന്ന് കാണുമായിരുന്നു. അതേപോലെ തന്നെ ഈ ക്ലൈമാക്സ് ഫൈറ്റ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇതൊരു കോമഡി പീസാക്കി വെച്ചിട്ടുണ്ടെന്ന്. ഈ കോമഡി പീസാക്കി വെച്ചിരിക്കുന്ന ഫൈറ്റിനെ കുറിച്ച് നമ്മുടെ ജിസ് മാമൻ പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. അതായത് അല്ലു അർജുൻ ശബ്ദം കൊടുക്കുന്നു, അല്ലു അർജുൻ്റെ ശബ്ദം നമുക്ക് കേട്ട് നോക്കാം. 16 മിനിറ്റുള്ള ഒരു ഇടിയുണ്ട് ക്ലൈമാക്സിൽ. ആ ഇടി ഞാൻ ഇങ്ങനെ കണ്ട് കോരിത്തെരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒരു തവണ കൂടി ഇടാവോ എന്ന് ചോദിച്ചു, കാണാൻ വേണ്ടി. കാരണം അത്ര ഇമ്പാക്റ്റ് ആയിരുന്നു. അത്ര കാരണം ചിരിച്ച് ചത്ത്. ഈ കോരി തരിച്ചത് എന്താണ് കോരിയതറിയാൻ വേണ്ടിയിട്ട് അതെനിക്ക് മനസ്സിലായില്ല. ഞാൻ പടം കണ്ടിട്ടില്ല കേട്ടോ. ഇത് എൻ്റെ അഭിപ്രായത്തിൽ നിന്നേ അല്ല ഞാൻ ഈ പറയുന്നത്, മറ്റുള്ളവരുടെ അഭിപ്രായം കണ്ട് അതിൽ നിന്നെടുത്ത റിവ്യൂവിൽ നിന്ന് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേനും ഈ ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ആറാട്ടോടെ ഉത്ഭവിക്കുകയും അതിൽ പിന്നെ ഏത് സിനിമ ഇറങ്ങിയാലും സിനിമ പൊട്ടിയാലും ഇല്ലെങ്കിലും അതിലും വലിയൊരു അപരാധം നമുക്ക് ജനിച്ചിരിക്കും. അത് കൺഫേം ആയിട്ടുള്ള സാധനമാണ്. അങ്ങനെ ജനിച്ച ഒരു അപരാധത്തെ ഞാൻ കാണിച്ചിട്ട് ഒരു 3 പേരെ കാണിക്കാം. അതിനകത്ത് ഒരെണ്ണം ഞാൻ കാണിക്കാം. ഇവൻ എന്തിനാണ് ഈ പടത്തിന് ഈ കോലത്തിൽ വന്നതെന്ന് അവനും അറിയില്ല, നമുക്കും അറിയില്ല. ഏതെങ്കിലും ഒന്ന് കണ്ടേക്കാം.
ബോച്ച കാണണ്ട, നിന്റെ കവാല അടിച്ച് തെറിപ്പിക്കും. എടാ ഈ പുഷ്പയ്ക്ക് എന്തിനാണ് ഈ ബോച്ചയുടെ കോലത്തിൽ വന്ന് നിന്ന് ഡാൻസ് കളിക്കുന്നത്? ആറാട്ടണ്ണനൊക്കെ നിപ്പുണ്ട്. ഓക്കെ, ഇനി എന്തിരുന്നാലും നമ്മുടെ പുഷ്പ ഇറങ്ങിയപ്പോഴത്തേനും പുഷ്പയ്ക്ക് കുറേ ഫാൻസ് ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സാരി ഉടുത്തിട്ട് ഒരു അണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു, പുഷ്പ ലേഡി ഗെറ്റപ്പ് അണ്ണൻ. ആ അണ്ണൻ്റെ 2 വീഡിയോ ഞാൻ കാണിക്കാം. രണ്ടാമത്തെ വീഡിയോ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ആദ്യത്തെ വീഡിയോ ചുമ്മാ കാണാം. പക്ഷെ എങ്ങനെങ്കിലുമൊക്കെ വൈറലാകാൻ കാണിക്കുന്ന ഇവന്മാരുടെ തൊലിക്കട്ടിയെ ഞാൻ അംഗീകരിച്ച് കൊടുത്തിരിക്കുന്നത്. എൻ്റെ പൊന്നളിയെ, ഇതൊക്കെ നിങ്ങളെ കൊണ്ടേ പറ്റും. സാരി ഉടുത്തിട്ട് അവൻ മോന്തയ്ക്കെല്ലാം ക്രീമും പുരട്ടിയിട്ട്, ക്രീമാണോ മഷിയാണോ എന്തോരോ പുരട്ടിയിട്ട് തിയേറ്ററിൽ വന്ന് പടം കാണുന്നു. അളിയ നീ സൂപ്പർ. ഇനി ഇപ്പോൾ നമ്മുടെ ജിസ്മാമൻ ഒരു ഇതിനെക്കുറിച്ച് പറഞ്ഞില്ലേ, ഏതാ ക്ലൈമാക്സിലോ ഫൈറ്റ് കണ്ടിട്ട് കോരി തരിച്ചു പോയി, വീണ്ടും ആ ഫൈറ്റ് ഇട്ട് കണ്ടു. അതേ സാധനത്തിന് നമ്മുടെ ഷസാം പറഞ്ഞത് എന്തിനാണ് ഫൈറ്റ്, ചിരിച്ച് ചത്തു എന്നാണ് പറഞ്ഞത്. ഇനി ഈ ഫൈറ്റിനെ കുറിച്ച് ഈ പടത്തിൻ്റെ ആരാധകനായ നമ്മുടെ സാരി പുഷ്പാണൻ പറയുന്നത് കൂടെ നമുക്കൊന്ന് കേൾക്കാം. രണ്ടാമത് സാരി വിട്ട് അത് 2 കൈയും കെട്ടി 2 കാലും കെട്ടി കഴിഞ്ഞാൽ നമുക്കൊന്ന് ചൊറിയാൻ പറ്റുമോ? ഒന്ന് മൂത്രം ഒഴിക്കാൻ പറ്റുമോ? ശരിക്കും ബാത്റൂം പോകാൻ പോലും പറ്റൂല. എല്ലാ കാര്യം ആ 5 വർഷം 50 വന്നപ്പോഴത്തേക്ക് ആകെ കഴിഞ്ഞു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല. ബാക്കിയൊക്കെ പ്രശ്നമുള്ളൂ. പിന്നെ ലാസ്റ്റ് ഈ എന്താ പറയാ, ലാസ്റ്റ് ക്ലൈമാക്സ് ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അഭിനയിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നമുക്കൊക്കെ ഒരുപാട് തമാശയായിട്ടാണ് തോന്നിയത്. അപ്പോൾ മനസ്സിലായല്ലോ, സിനിമ ക്രിയേറ്റർ വിചാരിച്ച സാധനമല്ല വർക്കൗട്ട് ആയത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അതേപോലെ തന്നെ മറ്റൊരണ്ണനും ഇതേ സമയം ഉടലെടുക്കാൻ അത് കഠിനമായിട്ട് ശ്രമിച്ചു. ഈ അണ്ണൻ കുറേ നാളുകൾ കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ അണ്ണൻ്റെ പ്രകടനം കൂടെ ഒന്ന് കാണാം. അണ്ണൻ സൂപ്പറാ. നീ താഴണ്ട, നീ പൊങ്ങി എങ്ങോട്ടോ പോകും. അർഹതപ്പെട്ട കാശ് അത് കാലണയോ അരണയോ ആണെങ്കിലും അത് കിട്ടാൻ വേണ്ടി 7 കടലും 7 മലയും കടക്കേണ്ടി വന്നാലും അവിടെ എത്തുക എന്നുള്ളതാണ് పుష్పയുടെ పాలసీ. పుష్ప అంటే ఫ్లవర్ అనుకుంటేనా? ఫ్లవర్ కాదు, వైల్డ్ ఫైర్. పుష్ప నేషనల్, ఇంటర్నేషనల్. అస్సలు ഇവനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവനെ എവിടെയോ കണ്ടു മറന്നതായിട്ടൊരു സാധനം നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലേ? അവനെ എവിടെ കണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ പടം പൊട്ടാനുള്ള പ്രധാന കാരണം ഈ പുള്ളിക്കാരനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ കണ്ടോളൂ, ഈ പുള്ളിക്കാരനെ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. கங்குவா பேராட்சி மண்ணே, உன் ரத்தம் என் ரத்தம் வெவ்வேறா. எதிர்கொள்வோம். வா. മനസ്സിലായില്ല? നമ്മുടെ കങ്കുവണ്ണനാണ് ഇപ്പോൾ വേഷം മാറി പുഷ്പ 2 അണ്ണനായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം, ഒന്ന് ഈ പുള്ളിക്കാരൻ എങ്ങനെയെങ്കിലും ഒന്ന് വൈറലാകാൻ അത് കഠിനമായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ പൊന്നി ചങ്ങായി, നിങ്ങൾക്കൊരു അല്പം ഉളുപ്പുണ്ടോ? നിങ്ങൾ ആ കങ്കുവണ്ണനായിട്ട് വന്നിട്ട് ആ പടം പൊട്ടി നാറി പുഴുത്തളിഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. പുഷ്പയായിട്ട് വന്ന് നിങ്ങളുടെ ലക്ക് കൊണ്ടാണ് ഈ പടം പൊട്ടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഹിറ്റാകാൻ നോക്കുന്നു, പടം പൊട്ടുന്നു. എൻ്റെ പൊന്നളിയ, അടുത്ത പടത്തിലൊന്നും ഈ കോലം കെട്ടി വന്നെങ്കിലും പടം എങ്ങനെയെങ്കിലും ഒന്ന് വിജയിച്ച് പൊക്കോട്ട്. ഈ സെക്കൻഡ് ഇറക്കുന്ന മഹാ അണ്ണന്മാർ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ല. ഫസ്റ്റ് വിജയിച്ച് അത് അവിടെ കൊണ്ട് നിർത്ത്. അതിനെ വെച്ചിട്ട് സെക്കൻഡ് എഴുതി വിജയിപ്പിക്കാനുള്ള ടാലൻറ്റ് നമ്മളിൽ പലർക്കും ഇല്ല. നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇറക്കി ഒരു പടത്തെ നശിപ്പിക്കില്ലേ. ഇന്ത്യൻ 2, പിന്നെ പുഷ്പ 2, ഏത് 2 നോക്കിയാലും ലാസ്റ്റ് അതെല്ലാം 2 ആയിട്ടിരിക്കുകയാണ്. സോ 2 ഇറക്കാതെ നിങ്ങൾ ഫസ്റ്റ് ഇറക്കി നിർത്തി അങ്ങ് പോകും. ഈ ബാഹുബലി ഇതെല്ലാം തുടങ്ങി വെച്ചത്. ഏതായാലും ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല. സിനിമ കണ്ടവർ ദയവ് ചെയ്ത് നിങ്ങളുടെ ജെന്യുവിനായ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞത് മൊത്തം മറ്റു പലയിടത്തു നിന്നും കേട്ടതിൻ്റെ അറിവിൽ മാത്രമാണെന്ന് ഞാൻ ഈ സാഹചര്യത്തിൽ വീണ്ടും അറിയിച്ചു കൊള്ളുന്നു. പുഷ്പ എന്ന് പറഞ്ഞാൽ ഫയർ അല്ലടാ, വൈൽഡ് ഫയർ.